ഒടുവിൽ സിദ്ധാർത്ഥൻ്റെ വെളിപ്പെടുത്തലുകൾ. നെഞ്ചുരുക്കും വേദനയോടെ സുമിത്രയും പൂജയും. കുടുംബവിളക്ക് പ്രേക്ഷകരെന്നടങ്കം നിരാശയിലാക്കുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തു വന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ സുമിത്രയോട് നമ്മുടെ പൂജ ഇങ്ങനെ ആവശ്യപ്പെടുന്നുണ്ട്, അമ്മ ഇനി സിദ്ധാർത്ഥൻ്റെ കയ്യിൽ അകപ്പെടുമോ, അല്ലെങ്കിൽ പൂജയുടെ ഒരു ആശങ്ക നമ്മുടെ സുമിത്രയെ അറിയിക്കുന്നുണ്ട് പൂജ. ഇനി നമ്മുടെ പൂജയുടെ അച്ഛൻ്റെ സ്ഥാനത്തേക്ക് സിദ്ധാർത്ഥൻ വരുമോ എന്നുള്ള ഒരു പേടി നമ്മുടെ സുമിത്രയോട് പൂജ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ സുമിത്ര ഇങ്ങനെ പൂജയ്ക്ക് വാക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ രോഹിത്തിൻ്റെ സ്ഥാനത്ത് ഒരിക്കലും ഇനി ആരും ഉണ്ടാകില്ല, അത് രോഹിത്തിന് മാത്രമുള്ളതാണ് ഇങ്ങനെ പറഞ്ഞ് പൂജയും ആഘോഷിപ്പിക്കുന്ന രംഗങ്ങളും നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കും. ഇതൊക്കെ നമ്മുടെ സരസ്വതിയിൽ ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് കഴിക്കും ആ ഒരു പുച്ഛഭാവം സരസ്വതിയുടെ മുഖത്ത് വരികയും ആ ഒരു ദേഷ്യം സുമിത്രയോട് കാണിക്കുന്ന രംഗവുമൊക്കെ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നതിന് ശേഷം നമ്മുടെ സരസ്വതിയമ്മ നമ്മുടെ സുമിത്രയുടെ അടുത്തും പൂജയുടെ അടുത്തും അപ്പോൾ നമ്മുടെ പങ്കജം ഉണ്ടാവും അവരുടെ കൂടെ. അപ്പോൾ അവരുടെ അടുത്തും ഇങ്ങനെ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ പറയുന്നുണ്ട്, നിനക്ക് 3 മക്കളുണ്ട്, നീ അവരുടെ കാര്യമാണ് നോക്കേണ്ടത്, നീ ഇവരുടെ കാര്യമല്ല നോക്കേണ്ടതെന്ന് ഇങ്ങനെ സുമിത്രയോട് ഇങ്ങനെ സരസ്വതി ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. പണ്ട് സരസ്വതി അമ്മയും സിദ്ധാർത്ഥനത്തെ കൂടി നമ്മുടെ സുമിത്രയെ ചെയ്തു കൂടിയ ആ ഒരു ക്രൂരതകൾ ഇത്ര വേഗം മറന്നുപോകും എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ആ സരസ്വതമ്മയുടെ ആ മാറ്റം നമുക്ക് പ്രേക്ഷകർക്ക് ഒട്ടും തന്നെ ദഹിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. പിന്നീട് നമ്മുടെ രഞ്ജിത നമ്മുടെ ഭർത്താവിൻ്റെ അടുത്ത് ആ ഒരു ഭയം പങ്കുവയ്ക്കുന്ന രംഗവും നമ്മുടെ പ്രൊമോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, സിദ്ധാർത്ഥൻ വന്ന സ്ഥിതിക്ക് സിദ്ധാർത്ഥനും സുമിത്രയും കൂടി ഇവർക്കെതിരെ തിരിയുമോ എന്നുള്ള ഒരു ഭയം തന്നെയുണ്ട്. പിന്നീട് നമ്മുടെ പങ്കജ് നമ്മുടെ അപ്പുവിൻ്റെ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പൈസ ഏൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എത്രയും വേഗം എൻ്റെയും പൂജയുടെയും കല്യാണം നടക്കണം, അതിന് അപ്പു സമ്മതിക്കുകയും വേണം, ആ സമ്മതം നിങ്ങൾ എത്രയും വേഗം നേടിത്തരയും വേണമെന്ന് നമ്മുടെ അപ്പുവിൻ്റെ അച്ഛൻ്റെ അടുത്തുനിന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് വാക്കും കൊടുക്കുന്നുണ്ട്. അപ്പുവിൻ്റെ അച്ഛൻ ഇങ്ങനെ ഉറപ്പായിട്ടും ചെയ്തിരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ശേഷം നമ്മുടെ അച്ഛനിങ്ങനെ അപ്പുവിൻ്റെ അമ്മയോട് ഇങ്ങനെ പറയുന്നുണ്ട്, ചിത്രയോട് ഇങ്ങനെ പറയുന്നുണ്ട്, വേറെ ഒന്നുമല്ല, പൂജയ്ക്ക് ഇഷ്ടം പങ്കജിനെയാണ്, അപ്പുവിനെ ഒന്നുമല്ല, നീ എന്തേ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മുടെ അപ്പു കണ്ടിട്ട് ആ ഒരു ദേഷ്യത്തോട് വരുന്ന രംഗം നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇനി എന്തൊക്കെയാകും നടക്കാൻ പോകുന്നതെന്നൊക്കെ കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു. സിദ്ധാർത്ഥൻ ഇനി സുമിത്രയ്ക്കൊപ്പം ആകുമോ, അങ്ങനെയെങ്കിൽ പൂജ ഇനി സുമിത്രയ്ക്കൊപ്പം ഉണ്ടാകുമോ, അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെ നടക്കുമെന്ന് അറിയാനായിട്ട്. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ ആയിട്ട് നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.